Hello guys, welcome back to my channel. അതെ ഗായ്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള കുറച്ച് കുർത്ത സെറ്റുമായിട്ട്. കഴിഞ്ഞ തവണ സ്ലീവ്ലെസ് കുർത്ത സെറ്റായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു, കുറച്ചല്ല 2 പേര് കമൻറ്റ് ചെയ്തിരുന്നു സ്ലീവുള്ള കുർത്തീസ് കാണിക്കാമോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് സ്ലീവുള്ള കോട്ടൺ കുർത്തീസുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഞാൻ ഈ കാണിക്കുന്ന എല്ലാം ഒരു 700 റുപ്പീസിന് താഴെയാണ്. ഇതാണ് ഫസ്റ്റ് കുർത്ത. ഇതൊരു ബ്ലൂ സ്ട്രൈപ്പ് വന്നിട്ട് ഫുൾ താഴെ വരെ ബ്ലൂ സ്ട്രൈപ്പ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയി പോയേക്കുവാണ്. പിന്നെ ഇത് ഇവിടെ ആയിട്ടൊരു പോക്കറ്റൊക്കെ ഉണ്ട്. ഇത് കോട്ടൺ ആണ്, ചൂടത്തൊക്കെ ഇടാൻ പറ്റിയതാണ്. പിന്നെ ഇത് ഇവിടെ നെക്ക് വന്നിട്ട് ഇങ്ങനെ വി നെക്ക് വന്നിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. 3/4 വരുന്നത് സ്ലീവ് വന്നിട്ട്. ഇതിൻ്റെ അറ്റത്തും ഇങ്ങനെ ലേസ് വർക്കൊക്കെ ഉണ്ട്. ലേസ് വർക്കൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരു കാഷ്വൽ വെയറിനും ഓഫീസ് വെയറിനൊക്കെ ഒരു അടിപൊളി കുർത്തയാണ്. ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഈ ഒരു പലാസോ പാൻറ്റ്. സെയിം പാറ്റേൺ തന്നെയാണ്, നല്ല ബ്ലൂ പ്രിൻറ്റിൽ സ്ട്രൈപ്പ് വന്നിട്ട് താഴെ വരെയുണ്ട്. അതാ ഇങ്ങനെ ഒരു വൈഡ് ലെഗാണ് വന്നിരിക്കണേ. ഇത് ഇലാസ്റ്റിക് കേട്ടോ. ഇത് സെയിം കളർ സെയിം പാറ്റേൺ ആയതുകൊണ്ട് നന്നായിട്ട് ചേർന്ന് പോകും. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 700 ആണ്. ഇത് ഞാൻ സൈസ് സ്മോളാണ് വാങ്ങിയിരിക്കുന്നത്. എനിക്ക് കുറച്ച് ടൈറ്റായിരുന്നു. അപ്പം നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഒരു സൈസും കൂടെ ലാർജ് മേടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിൻ്റെ സ്ലിറ്റ് കുറച്ച് താഴെ കേട്ടോ, ലെങ്ത് കുറച്ച് താഴെയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്ലിറ്റ് കുറച്ച് ലാർജ് സൈസ് ആണെങ്കിൽ ഓക്കെ ആവും. ഇത് കാഷ്വൽ വെയറിനും ഓഫീസ് വെയറിനും ഒക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു കുർത്തയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വണ്ണിലേക്ക് കടന്നാലോ. നെക്സ്റ്റ് വൺ ഈ ഒരു പിങ്ക് കുർത്തയാണ്. ഒരു ബേബി പിങ്ക്, കുറച്ചൊരു ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതിന് വീനെക്കാണ് വരുന്നത്. ഈ വീനെക്കിൻ്റെ എവിടെയായിട്ട് കുറച്ച് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 700 റുപ്പീസിന് താഴെ ഉള്ളൂ കേട്ടോ. കുറച്ചൊരു ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതിൻ്റെ സ്ലീവും വന്നിട്ട് 3/4 ആട്ടോ. ഇതൊരു വൈറ്റ് ഫ്ലോറൽ പ്രിൻ്റ് വന്നിട്ടുണ്ട് ഫുള്ളായിട്ട്. അത്യാവശ്യം ഡെയിലി വെയറിനൊക്കെ കൊള്ളാം. 700 റുപ്പീസിന് താഴെ ആയതുകൊണ്ട് ആ ഒരു റേറ്റിന് പറ്റിയ കുർത്തയാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഈ ഒരു പാൻറ്റ്. ഇത് പലാസോ അല്ല കേട്ടോ, നോർമൽ പാൻറ്റാണ്. ഇത് ഇലാസ്റ്റിക് തന്നെയാണ്. മെറ്റീരിയൽ കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആണെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ദുപ്പട്ട കൂടെ വരുന്നുണ്ട്. ഇതാണ് ദുപ്പട്ട വരുന്നത്. ഇതും സെയിം കളർ തന്നെയാണ്. ഇതിൽ ഫുള്ള് വൈറ്റ് ഫ്ലോറൽ പ്രിൻ്റൊക്കെ വന്നിട്ടുണ്ട്. ലെങ്ത് അത്യാവശ്യം ഉണ്ട് കേട്ടോ. കുറച്ചൊരു ലൈറ്റ് വെയ്റ്റ് ആണ് എങ്കിലും ഓക്കെ. 700 ആയതുകൊണ്ട് ആ ഒരു പ്രൈസിന് വർത്താണ്. പിന്നെ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. 700ന് താഴെ ആയതുകൊണ്ട് ഓക്കെ. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് വൺ ഈ ഒരു റെസ്റ്റോറൻറ്റ് കളർ വന്നിട്ടുള്ളൊരു കുർത്തയാണ്. ഇതും വീനക്ക് കോളർ വരുന്നതാണ്. ഇത് ഫാബ്രിക് വന്നിട്ട് വിസ്കോസ് റയോണാണ്. ഇത് 3/4 സ്ലീവ് ഉണ്ട്. ഇതിലിങ്ങനെ ചെറിയ ഫ്ലവറിൻ്റെ എംബ്രോയ്ഡറി വർക്കുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഈ ഒരു പലാസോ. ഇത് വൈഡ് ലെഗ് ആട്ടോ. ഇതും ഇലാസ്റ്റിക് ഉണ്ട്. സെയിം റെസ്റ്റോറൻറ്റ് ആ ഒരു കളറാണ്. ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഈ ഒരു ദുപ്പട്ട. ഈ ദുപ്പട്ട വന്നിട്ട് കുറച്ച് സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ. നല്ല സോഫ്റ്റായിട്ട്, ഒരു റയോൺ അല്ല, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, ഒതുങ്ങി കിടക്കുന്ന ടൈപ്പാണ്. നല്ലൊരു കളറാണ്. ദുപ്പട്ട വരുന്നതും പ്ലെയിൻ കളറാണ്. ആ ഒരു സെയിം റെസ്റ്റോറൻറ്റ് കളർ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതും വന്നിട്ട് ഒരു 600 റുപ്പീസിന് താഴെ വരത്തുള്ളൂ. ഇത് നമുക്ക് അത്യാവശ്യം ഒരു അത്തിരിക്ക് ലുക്കൊക്കെ തരുന്ന ഒരു ടൈപ്പ് കുർത്തയാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു സെയിം ബ്രൗൺ കളർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയത് ഈ സെയിം പാറ്റേൺ, ഈ സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബ്രൗൺ കളർ ഞാനിവിടെ കാണിക്കാം. പക്ഷേ എനിക്ക് കിട്ടിയത് രണ്ടും സെയിം കളറാണ്. അത്യാവശ്യം നല്ലൊരു
നല്ലൊരു കുർത്ത കേട്ടോ. പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചോളൂ, ഇഷ്ടപ്പെട്ടെങ്കിൽ മേടിച്ചോളൂ. ഏറെ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഈ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചെറിയൊരു ലൈക്കോ അല്ലെങ്കിൽ ഒരു ഹേർട്ട് അങ്ങനെ എന്തെങ്കിലും കമൻറ്റൊക്കെ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.